السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله صلى الله عليه وسلم وعلى آله وصحبه الفائزين. أما بعد، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ജാമിയ സഅദിയയുടെ പ്രൊഫസറും സുന്നി യുവജന സംഘം SYS കർണാടക സ്റ്റേറ്റിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റുമായ KP ഹുസൈൻ സഅദി ഉസ്താദ് അവറുകൾ, കിന്നിയ സഅദി ഉസ്താദ് അവറുകൾ, SSFന്റെയും SYSന്റെയും ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെയും കർമ്മധീരരായ പ്രവർത്തകന്മാർ, മൽജ ബാംഗ്ലൂർ ഇതിന്റെ പ്രസിഡന്റ് ജാവേദ് സാഹിബ് അവർകൾ, ജനറൽ സെക്രട്ടറി നദീർ കെമ്മാറ, ട്രഷറർ വില്ലേജ് ഐപവർ സൂപ്പർ മാർക്കറ്റിന്റെ MD ഇബ്രാഹിം ഹാജി, മറ്റ് പ്രവർത്തകന്മാർ, കേരളത്തിലെ കർണാടകയിലെ ഒരുപാട് ദൂരദിക്കുകളിൽ നിന്ന് ബാംഗ്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, സ്നേഹിതന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ ഈ മഹത്തായ ദുൽഹിജ്ജ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, വരാൻ പോകുന്ന പുണ്യമേറിയ രാത്രികളുടെയും പകലിന്റെയും ബറക്കത്ത് കൊണ്ട് ബാംഗ്ലൂരിൽ വളരെ പ്രശസ്തമായ മസ്ജിദ് ആളം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹറെ മുബാറക് അൽഹംദുലില്ലാഹ് ഈ പള്ളിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആ മഹത്തായ ഷഹർ മുബാറക്കിന്റെ ഹുർമത്ത് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല, വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയേണ്ടതുണ്ട്, ദുആയിരൊന്ന് പിരിയേണ്ടതുണ്ട്. മൽജഉദ് ദുആത്തി വദ്ദഅവത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധകരുടെയും പ്രബോധനത്തിന്റെയും അഭയകേന്ദ്രം എന്ന പേരിൽ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ശൈഖുനാ താജുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു മാ സിഹത്തി വസ്സലാമ മഹാനവറുകളുടെ അനുഗ്രഹീതമായ കരങ്ങളെ കൊണ്ട് കുറ്റിയടിച്ച് തുടക്കം കുറിച്ച മൽജഇന്റെ ബാംഗ്ലൂർ ഘടകം അഥവാ ബാംഗ്ലൂർ മൽജഇന്റെ കീഴിൽ നടത്തപ്പെടുന്ന പരിശുദ്ധ സ്വലാത്ത് മജ്ലിസിന്റെ 1ാം വാർഷിക പരിപാടിയിലാണ് നാം. 2011 ഒക്ടോബർ മാസം, ഇതേ മാസത്തിൽ HL ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിന്റെ മുകൾ ഭാഗത്ത് 300ഓളം വരുന്ന കർമ്മധീരരായ പ്രവർത്തകന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് മൽജഇന്റെ ബാംഗ്ലൂർ ഘടകം രൂപീകരിക്കുകയും അന്ന് തന്നെ അവിടെ വെച്ച് ഒരു ദിക്ർ, സ്വലാത്ത്, ദുആന്റെ മജ്ലിസിന് തുടക്കം കുറിക്കുകയും 2ാമത്തെ ദിക്ർ, 2ാമത്തെ സ്വലാത്ത് 3 മാസം കഴിഞ്ഞ് ഇതേ പള്ളിയിൽ മസ്ജിദ് ആലമിൽ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയും 3ാമത്തെ ദിക്ർ, സ്വലാത്ത് തവക്കുൽ മസ്താൻ ദർഗാ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയും 4ാമത്തെ സ്വലാത്ത് കഴിഞ്ഞ റമദാനിന്റെ തലേ ദിവസം അല്ലെങ്കിൽ റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ നമ്മുടെ മർക്കസായ അൾസൂർ മർക്കസിൽ വെച്ച് നടത്തപ്പെടുകയും 5ാമത്തെ ദിക്ർ, സ്വലാത്ത് 1ാം വാർഷികത്തോടുകൂടി ഇതേ മസ്ജിദുൽ ആലമിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവസരം ഒരുക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ,
ദിക്ർ, സ്വലാത്ത്, ദുആ എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യന്റെ ആത്മീയമായ പുരോഗതിയെ ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ ആത്മീയമായ പുരോഗതി ശക്തിപ്പെടലോടുകൂടി മനുഷ്യന്റെ ദുന്യവിയായ ആവശ്യങ്ങളും ദുന്യവിയായ ആവശ്യങ്ങളിലൂടെ ആ ദുന്യവിയായ ആവശ്യങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ വിജയിക്കുമ്പോൾ അതിലൂടെ ആഖിറവും വിജയിക്കുന്നു എന്ന വലിയ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിൽ ഒരു ദിക്റിന്റെ സ്വലാത്തിന്റെ സദസ്സിന് രൂപം കൊടുത്തത്. അതല്ലാതെ ഇവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് പൈസ ഇങ്ങനെ എന്തെങ്കിലും പിരിച്ച് കൊണ്ടുപോയി മൽജയിൽ നടക്കുന്ന റിലീഫിന് വേണ്ടി ഒരു വലിയ ഒരു നഫ്, ഒരു ഉപകാരം ഇതിലൂടെ മൽജയിന്റെ റിലീഫിന് ഉപകരിക്കുമെന്നുള്ളൊരു ചിന്ത ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കോ നമ്മുടെ പ്രവർത്തകന്മാർക്കോ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് കുറച്ച് പൈസ സംഭരിച്ചു കൊണ്ടുപോയി മൽജയിൽ കൊടുക്കുന്ന റിലീഫിന് ഉപകാരപ്പെടണമെന്നുള്ളൊരു ചിന്ത ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇല്ല, ഇടയിലും തല്ല, ഇന്നുമില്ല, ഇനി എന്നും ഉണ്ടാകൂല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരികയാണ്. കാരണം മൽജയിൽ വേണ്ട പോലെ അവിടെ എല്ലാ മാസവും നടക്കുന്ന ദിക്ർ സ്വലാത്തിന്റെ സദസ്സിൽ ലക്ഷക്കണക്കിന് രൂപ, ഒരുപാട് കോഴികൾ, ഒരുപാട് ആടുകൾ, 12 കിൻഡല് 10 കിൻഡല് പഞ്ചസാരകള്, അതിന്റെ പുറമെ ഒരുപാട് ക്യാഷുകൾ നേർച്ചയായി മാസാന്തം ആ ദിക്റിന്റെ സദസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസത്തിന്റെ ദിക്ർ സ്വലാത്തിന്റെ ദിവസം തന്നെയായിരുന്നു ഭാരത് ബന്ദ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഹർത്താൽ ഇന്ത്യ രാജ്യത്ത് നടന്നത്. സിലിണ്ടറിനെതിരെ, വർദ്ധിച്ച ഡീസലിന്റെ വിലക്കെതിരെ, പെട്രോളിന്റെ വിലക്കെതിരെ, അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന മനുഷ്യന്റെ ആവശ്യമായ ദിനനിത്യം ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളുടെ വിലവർധനയ്ക്കെതിരെ ഇന്ത്യ മൊട്ടുക്കും ഒരു വലിയ ഒരു ബന്ദ് ഇന്ത്യയുടെ ഇന്ത്യ ഭരിക്കുന്ന ഇവിടുത്തെ രാജകീയ പാർട്ടിയുടെ വിരോധപക്ഷം അതിന്റെ എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ട് ഭാരത് ബന്ദ് ഉണ്ടാക്കി. അന്ന് മൽജയിന്റെ പ്രവർത്തകരൊക്കെ ബേജാറായി. ഉസ്താദേ, നമ്മൾ എല്ലാ പ്രാവശ്യവും 1.5 കിൻഡലിലധികം ചീർണി ഉണ്ടാക്കുന്നു, ഇന്ന് എത്ര അരി വെക്കണം, ഇന്ന് എത്ര ചീർണി ഉണ്ടാക്കണം. കാരണം ഭാരത് ബന്ദാണ്. ഒരുപക്ഷെ മൽജയിൽ വരണമെങ്കിൽ, ഉജിരയിൽ വരണമെങ്കിൽ കാർക്കള വഴിയിലൂടെ കടന്നു വരണം, അല്ലെങ്കിൽ മംഗലാപുരം വഴിയിലൂടെ കടന്നു വരണം, അല്ലെങ്കിൽ ഉപ്പിനങ്ങടി പുത്തൂർ വഴിയിലൂടെ കടന്നു വരണം, അല്ലെങ്കിൽ ചാർമാടിയിലൂടെ കടന്നു വരണം. എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു നിലക്കും ഒരു 100 ആള് പോലും മൽജയിന്റെ ഉജിരന്റെ ദിക്ർ സ്വലാത്തിന് ഈ മാസം കൂടാൻ വളരെ പ്രയാസമായിരിക്കുമ്പോൾ 1000, 1500, 1750ഓളം 750ഓളം ആളുകൾക്ക് എല്ലാ മാസവും ഉണ്ടാക്കുന്ന ചീരണി ഇന്നും ഉണ്ടാക്കിയാൽ ആ ചീരണി ഉജിരയിലെ നാട്ടിലെ വീടുകളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടി വരുമോ എന്ന് മൽജയിന്റെ പ്രവർത്തകന്മാർ, വോളണ്ടറീസ് പ്രവർത്തകന്മാർ, സ്ക്വാഡ് ഗാർഡ് പ്രവർത്തകന്മാർ, ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകന്മാർ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ എന്തു ചെയ്യാൻ കഴിയും? തവക്കുൽ ചെയ്തുകൊണ്ട് എല്ലാ മാസം ഉണ്ടാക്കുന്ന അത്ര തന്നെ ചീർണി ഉണ്ടാക്കി. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് മൽജയിനോട് ജനങ്ങൾക്കുള്ള പ്രതിബദ്ധത, മൽജയിനോട് ജനങ്ങൾക്കുള്ള സ്നേഹം, മൽജ ആവിഷ്കരിക്കുന്ന തഅലീം, ദഅവ, റിലീഫ് ഈ 3 ഘടകത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൽജ മുന്നോട്ട് പോകുമ്പോൾ ആ മൽജ എന്ന് പറയുന്ന സ്ഥാപനത്തെ ജനങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എത്ര കണ്ട് സ്ഥാനം വെച്ചിട്ടുണ്ട്, എത്ര കണ്ട് സ്റ്റാമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. സഹോദരങ്ങളെ, ഭാരത് ബന്ദ് 6 മണി കഴിയലോടുകൂടി എല്ലാ അതിർത്തികളിലും മൽജയിന്റെ പ്രവർത്തകന്മാർ വണ്ടികളുമായി വന്ന് ആ ഭാരത് ബന്ദിന്റെ ആ തീവ്രത കുറയലോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും നിർത്തിയിട്ട വണ്ടികൾ ഓരോന്നായി മൽജയിലേക്ക് വരാൻ തുടങ്ങി. അവസാനം അന്ന് 1200ഓളം ആളുകൾ സെപ്റ്റംബറിന്റെ ദിക്ർ സ്വലാത്തിന് വന്നിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. പ്രവർത്തകന്മാരൊക്കെ സന്തോഷിച്ചു. കാരണം ചീരണി ഉണ്ടാക്കിയിട്ട് ഇനി അത് വീണ്ടും നാട്ടിലെ വീടുകൾക്കൊക്കെ കൊടുക്കലൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് രണ്ടാമത് കൊണ്ടുപോയി വിതരണം ചെയ്യാനുള്ള പ്രയാസം ഓർത്തുകൊണ്ട് എല്ലാവരും ബേജാറായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ, മൽജ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ സ്ഥാനം ആ ഒരു ചീരണിയിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു, അറിയാൻ സാധിച്ചു. മൽജയിന്റെ പിന്നൊരു പ്രത്യേകത,
മൽജയിന്റെ ദിക്ർ സ്വലാത്തിന് പെണ്ണുങ്ങൾ വരാറില്ല. പെണ്ണുങ്ങളുടെ കാരണത്താലല്ല മൽജയിന്റെ ദിക്റിനും സ്വലാത്തിനും ആളുകൾ വരുന്നത്. ഒരൊറ്റ പെണ്ണ് ഇതുവരെ ഒരൊറ്റ സ്ത്രീയും മൽജയിന്റെ ദിക്ർ സ്വലാത്തിന് മൽജയ് നഗറിൽ വന്നിട്ടില്ല. എല്ലാ വോളണ്ടറീസ് പ്രവർത്തകന്മാർക്കും കർശനമായ ഒരു തീരുമാനം കൊടുത്തിട്ടുണ്ട്. മൽജയിന്റെ ഹെഡ് വർക്ക് പ്രവർത്തകന്മാർ അവർ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഒരു സ്ത്രീ ദിക്റിന് വന്നതായി നിങ്ങൾക്കറിഞ്ഞാൽ ആ വണ്ടി മൽജയ് നഗറിലേക്ക് കടത്തിവിടാൻ പാടില്ല എന്ന കർശനമായ ഒരു നിയമം എല്ലാ വോളണ്ടറീസ് പ്രവർത്തകന്മാരുടെയും കയ്യിലിരിക്കുമ്പോൾ ഒരൊറ്റ സ്ത്രീയും ഇതുവരെ മൽജയിന്റെ ദിക്റിലേക്കൊക്കെ വരാറില്ല. അതൊന്നും ഇല്ലാതെ ഭാരത ബന്ദ് കണക്കിലെടുക്കാതെ 1200ഓളം ആള് സെപ്റ്റംബറിന്റെ ദിക്ർ ഹൽക്കയ്ക്ക് വരികയും ആ ദിക്ർ ഹൽക്കയിൽ 1.5 ലക്ഷം രൂപ ക്യാഷ് അവിടെ നേർച്ചക്ക് സംഭരിക്കുകയും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് മൽജയിനോട് ജനങ്ങൾക്കുള്ള ആ അടങ്ങാത്ത ആഗ്രഹവും സ്നേഹവും ആ പ്രതിബദ്ധതയുമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുന്നത്. ഞാൻ കൂടുതൽ പറയുകയല്ല. സഹോദരങ്ങളെ, ഈ 1ാം വാർഷികം കഴിഞ്ഞ ഇസ്ലാംപൂരിൽ HL ദിക്ർ ഹൽക്ക തുടങ്ങി. മൽജയിന്റെ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. അതിനുശേഷം ഞങ്ങളൊന്ന് 2-3 പ്രാവശ്യം കമ്മിറ്റി കൂടി, ഒരു സ്വാഗത സംഘം കമ്മിറ്റി എടുത്തു, ഒരുപാട് പ്രചരണം നടത്തി. അന്ന് 2ാമത്തെ ദിക്ർ സ്വലാത്ത് ഇതേ പള്ളിയിൽ നടന്നപ്പോൾ 800-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. 1000ന്റെ അടുത്ത് ആളുകൾ ദിക്ർ ഹൽക്കക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു പ്രചരണമോ ഒരു വിപുലമായ ഒരു മീറ്റിംഗ് വിളിക്കുകയോ നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും 1ാം വാർഷികത്തിന്റെ ഒരു പ്രചരണം വെറും ഒരു അൽ-അൻസാറിൽ ഒരു ബുള്ളറ്റിൻ മൽജയിന്റെ ദുബൈ കമ്മിറ്റി പ്രവർത്തകന്മാരും നാട്ടിലെ പ്രവർത്തകന്മാരും ചേർന്ന് അൽ-അൻസാർ വീക്കിലിയിൽ ഒരു ചെറിയ ഒരു ഏഡ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ പിന്നെ നമ്മളെ പ്രവർത്തകന്മാർ ഈ ഒരാഴ്ചന്റെ ഇടയ്ക്ക് കുറച്ച് നോട്ടീസ് വിതരണം ചെയ്തു എന്നല്ലാതെ വിപുലമായ ഒരു പ്രചരണം ഈ 1ാം വാർഷികത്തിന് നടത്തിയിട്ടില്ല. എന്നിട്ട് പോലും കച്ചവടങ്ങൾ മാറ്റിവെച്ച്, ജോലികൾ മാറ്റിവെച്ച്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ക്ഷീണിതരായ നിങ്ങൾ ഈ മസ്ജിദ് ആളമൽ ഇത്രയും ആളുകൾ, ഇതിന്റെ എണ്ണം നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര ഉണ്ടാവും. ഇനി ഒരു 200 ആളുണ്ടാവും അല്ലേ? 200-ലധികം ആളുകൾ എന്ന് കണക്കൂട്ടിക്കോ. ഇത്രയും ആളുകൾ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, വലിയൊരു പ്രചരണമില്ലാതെ 2ാമത്തെ ദിക്ർ സ്വലാത്തിന് അത്ര 3 പ്രാവശ്യം കമ്മിറ്റി കൂടി ഞങ്ങൾ. 1ാം വാർഷികത്തിന് എത്ര പ്രാവശ്യം കമ്മിറ്റി കൂടണമായിരുന്നു? ശരിക്കൊരു കമ്മിറ്റി ഇതുവരെ 1ാം വാർഷികത്തിന് കൂടിയിട്ടില്ല. എന്നിട്ട് പോലും ഇത്ര ആളുകൾ 1ാം വാർഷികത്തിന് കൂടി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, നാട്ടിലൊരു ദിക്ർ സ്വലാത്തിന് വേണ്ടി കൂടുന്നത് പോലെ അല്ലല്ലോ. രാവിലെ മുതൽ ഈ 10 മണി വരെ ജോലി ചെയ്ത് ക്ഷീണിതരായ നിങ്ങൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഒരുമിച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഇത് മൽജയിനോടുള്ള സ്നേഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൽജയിനോട് ഈ സ്നേഹം വരാൻ കാരണം? ഒന്ന്, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രചരണം. മൽജ ഉയർത്തിപ്പിടിക്കുന്ന 3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദഅവ. സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രചരണം, പ്രബോധനം. അത് തന്നെയാണ് മൽജഉ ദുആത്തി വ ദഅവത്തുൽ ഇസ്ലാമിയ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകരുടെയും പ്രബോധനത്തിന്റെയും അഭയകേന്ദ്രമെന്നാണ് മൽജഇന്റെ അർത്ഥം തന്നെ. സഹോദരങ്ങളെ, ആ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രചരണമാണ് മൽജ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രചരണത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തഅലീം, അവിടെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്നു. ചുറ്റുഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പ്രാഥമിക പഠനം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസകൾ ശോഷണീയമായ സ്ഥലത്ത്, ശക്തി കുറഞ്ഞ സ്ഥലത്ത് അവിടെ മൽജയിന്റെ പ്രവർത്തകന്മാർ പോയി അവിടെ മദ്രസകൾക്ക് ശക്തി പകരുന്നു. അതിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വിഷയമല്ലാതെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മൽജയിന്റെ പ്രവർത്തകർ അവിടെ അതിനെ ചിന്തിക്കാറില്ല. സുന്നത്ത് ജമാഅത്തിന് ഏതൊരു ഗ്രൂപ്പിൽപ്പെട്ട മദ്രസയാണെങ്കിലും ബെൽത്തങ്കടി താലൂക്ക്, പുത്തൂർ താലൂക്ക്, ബണ്ടുവാൾ താലൂക്കിൽപ്പെട്ട 60ഓളം മഹല്ലുകളിൽ മൽജഇന്റെ ദഅവാ റിലീഫ് തഅലീം നടക്കുന്നു. അതിന്റെ ഏരിയകളിൽ ഒരു മദ്രസ നിർമ്മിക്കുമ്പോൾ, ആ മദ്രസ പുനർനിർമ്മാണം നടത്തുമ്പോൾ അതിന് സാമ്പത്തികമായി കഴിവില്ലാത്ത മേഖലകളിൽ മൽജയിലേക്ക് ഒരു അപേക്ഷ തന്നാൽ 25,000 രൂപ ആ മദ്രസ നിർമ്മാണത്തിന് മൽജ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, അത് ഏത് ഗ്രൂപ്പിന്റെ മദ്രസയാണ് എന്ന് മൽജ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്ന മദ്രസ എന്ന് മാത്രമേ അവിടെ ചിന്തിച്ചിട്ടുള്ളൂ. ഒരുപാട് പ്രാവശ്യം മറുഭാഗത്തിന്റെ മദ്രസകൾക്ക് വരെ
മൽജയിൽ നിന്ന് അതിന്റെ സഹായം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളോട്, അതിന്റെ ദഅവാ പ്രവർത്തനങ്ങളോട് മൽജ കാണിക്കുന്ന പ്രതിബദ്ധത. കാരണം ആ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയില്ല ഇതെന്ത് ഗ്രൂപ്പാണെന്ന്. കാരണം കക്കിഞ്ച എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ബെൽത്തങ്കടി താലൂക്കിൽ. അവിടെ 60-ലധികം വീടുകൾക്ക് മൽജ അരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ബെൽത്തങ്കടി കക്കിഞ്ചയിലെ ഖബർസ്ഥാനിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിന്റെ ആളുകൾക്കല്ലാതെ അവിടെ പെർമിഷൻ ഇല്ല എന്നാണ് ഖബർസ്ഥാനിൽ ബോർഡ് ഇട്ടിട്ടുള്ളത്. അതേസമയം ഞങ്ങൾ ആ നാട്ടിൽ പോയി പരിശോധന നടത്തിയപ്പോൾ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ചറ്റപ്പുരയിൽ താമസിക്കുന്ന സഹോദരങ്ങളെ, ചെറിയ ചറ്റക്കൂരകൾ 1 സെന്റ് 2 സെന്റിലുള്ള താമസിക്കുന്ന വീടുകൾ, ആ വീടുകളെ വലയം വെച്ചിരിക്കുന്നത് മതിലുകളല്ല, ഇഷ്ടികകളല്ല, കല്ലുകളല്ല, നാം പുതക്കുന്ന പുതപ്പുകളാണ്. ബെഡ്ഷീറ്റിൽ കവർ ചെയ്ത വീടുകൾ. റൂം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉടുക്കുന്ന തുണി മുറിച്ചിട്ട് കെട്ടിയിട്ട് റൂം വേറെ വേറെയാക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഞങ്ങൾ പോയി കടന്നു ചെന്നപ്പോൾ 4 കല്ല് വെച്ച് അതിന്റെ മുകളിൽ പലക വെച്ചിട്ട് കട്ടിലുണ്ടാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതിനുശേഷം കിച്ചൺ റൂമിലേക്ക് പോയപ്പോൾ മുകളിൽ പഞ്ചസാരയുടെ ഗോണി കെട്ടിയിട്ടാണ് അവിടെ കിച്ചൺ റൂമുള്ളത്. അതേസമയം മഴ വരുമ്പോൾ അവർക്ക് കിച്ചണില്ല, അടുപ്പില്ല, അടുപ്പിൽ തീ മൂട്ടാൻ കഴിയുന്നില്ല. ഇങ്ങനെ വളരെ പരാധീനതയോടുകൂടി, വളരെ ബുദ്ധിമുട്ടോടുകൂടി, സാമ്പത്തികമായ ഞെരുക്കത്തോടുകൂടി ജീവിക്കുന്ന 60ഓളം വീടുകളുള്ള ആ കക്കിഞ്ചയിൽ ഗ്രൂപ്പിന്റെ സ്ട്രോങ് അല്ലാതെ പാവപ്പെട്ട ഈ വീടുകൾക്ക് ഒരു 50 ഗ്രാം സരി കൊടുക്കാൻ ആ ഗ്രൂപ്പിന്റെ ആളുകൾക്ക് ചിന്തിക്കാനും കഴിഞ്ഞിട്ടില്ല, കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആ വീടുകളിൽ ഞങ്ങൾ കയറി ചെന്നപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പ് അറിയില്ല. അവർ മുഹീദ്ദീമാല പാടുന്നു, ബദർ മൗലൂദ് ഓതുന്നു, മങ്കൂസ് മൗലൂദ് ഓതുന്നു. പക്ഷേ അവരുടെ മേലാളന്മാർ ഗ്രൂപ്പിന് വേണ്ടി മാത്രം ആ ജമാഅത്തിനെ, ആ മഹല്ലിനെ ചൂഷണം ചെയ്യുകയാണ്. അവിടെ ഞങ്ങൾ 60 വീടുകൾക്ക് അരി കൊടുക്കുന്നു. കൂടുതൽ മൽജഹിന്റെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്വർണ്ണ വിതരണം നടന്നത് കക്കിഞ്ചയിലും അതിന്റെ തൊട്ടടുത്തുള്ള നെരിയ എന്ന് പറയുന്ന മഹല്ലത്തിലുമാണ്. ഞാൻ ഈ പറഞ്ഞത് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രചരണത്തിന്റെ വിഷയത്തിൽ, റിലീഫിന്റെ വിഷയത്തിൽ ഗ്രൂപ്പ് വിരാന്ത് നമ്മളേത് ഗ്രൂപ്പാണെന്ന് എല്ലാവർക്കും അറിയില്ല, ഞാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, മഹാനവറുകളുടെ നേതൃത്വത്തിൽ അവിടുത്തെ തഹത്തിലായി അവിടുത്തെ പൊരുത്തത്തിൽ 2 കൊല്ലം കോളേജിൽ പഠിച്ച ആളാണ്. അതിന് പുറമെ അവരുടെ പേരക്കുട്ടിയെ കല്യാണം കഴിച്ച ആളുമാണ് ഞാൻ. ഇപ്പോൾ താജുൽ ഉലമ എൻ്റെ പുതിയ അപ്പള, പുള്ളിന്റെ മപ്പള. അതിന്റെ പുറമെ ഇന്ന് കേരള SYSന്റെ ചീഫ് അമീറായി, ഹജ്ജ് സെല്ലിന്റെ ചീഫ് അമീറായി മക്കയിലും മദീനയിലും ലോകം മുഴുവനും എല്ലാ നെറ്റുകളിലും എല്ലാ ഇന്റർനെറ്റുകളിലും പിടിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഒരു മാസത്തിനിടക്ക് ബഹുമാനപ്പെട്ട ശൈഖുന അൽ ഖാദി ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊസോട് തങ്ങൾ ഉസ്താദ് സയ്യിദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി പൊസോട് തങ്ങൾ. കേരള SYS ഹജ്ജ് സെല്ലിന്റെ ചീഫ് അമീറായി 1 മാസത്തോളമായി ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും MA ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ AP ഉസ്താദിന്റെയും ആ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ട് ഓവറായ ഷുഗറുണ്ട്, ഒരുപാട് രോഗങ്ങളുണ്ട്. എന്നിട്ട് 1 മാസത്തോളമായി മക്കയിലും മദീനയിലും ഹജ്ജാജികൾക്ക് അമീറായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട പൊസോട് തങ്ങൾ ഉസ്താദിന്റെ സ്വന്തം സ്ഥാപനമാണ് മദ്ഹർ നൂറുൽ ഇസ്ലാമി തഅലീമി. അതിനൊരു ഹജ്ജ് സെല്ലുണ്ട്. ആ ഹജ്ജ് സെല്ലിൽ ചീഫ് അമീറായിട്ട് ഹജ്ജാജികളെ കൊണ്ടുപോകുന്ന കാലത്ത് വരെ ഉസ്താദ് പോയത് ദുൽഹിജ്ജ മാസം പിറന്നതിന്റെ ശേഷമാണ്. അതേസമയം കേരള SYSന്റെ ഹജ്ജ് സെല്ലിന്റെ ചീഫ് അമീറായി പോയത് ദുൽഖഅദ് 10 കഴിഞ്ഞതിന്റെ ശേഷം 1 മാസത്തിലധികമായി മക്കത്ത് ഹജ്ജാജികൾക്ക് സേവനം ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ സാദാത്തുക്കളുടെ ഉലമാക്കളുടെ ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഒരുപാട് മഹല്ലത്തുകളിൽ വിവാദങ്ങൾ ഉണ്ടായ മഹല്ലുകളിൽ ഇനി ഈ ശരീഅത്ത് നിയമം വളരെ ധൈര്യത്തോടുകൂടി മറുപടി പറയാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു കൊടുത്ത പേര് ബഹുമാനപ്പെട്ട ശൈഖുന പൊസോട് തങ്ങൾ ഉസ്താദിന്റെ പേരാണ്. ഒരുപാട് സംയുക്ത ജമാഅത്തുകളിൽ ബഹുമാനപ്പെട്ട ശൈഖുന പൊസോട് തങ്ങൾ ഉസ്താദ് അവറുകൾ ധൈര്യത്തോടുകൂടി ഖാദിയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഹാനവറുകളുടെ ഭാര്യയുടെ അനുജത്തിയാണ് ഞാൻ കല്യാണം കഴിച്ചത്.
ആ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കീഴിൽ 5 വർഷം ദർസിലോതി പഠിച്ചിട്ടാണ് ഞാൻ കോളേജിൽ പോയത്. അപ്പൊ ഞാൻ എന്തെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? പക്ഷേ ഞങ്ങൾ അതിന്റെ പ്രവർത്തകരാണെങ്കിലും വളരെ നീചമായ രീതിയിൽ വെറും പിരാന്ത് തലക്ക് പിടിച്ച് നിങ്ങൾക്കറിയില്ലേ സഹോദരങ്ങളെ, അവരുടെ പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്ന കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹുയുടെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ, മഹാനവറുകൾ വഫാത്തായി കഴിഞ്ഞ ഈ മാസം. ആ വഫാത്തായിട്ട് മയ്യത്ത് കടത്തിയപ്പോൾ മയ്യത്ത് സന്ദർശിക്കാൻ ഒന്ന് യാസീനോദി ദ്വാരക്കാൻ നമ്മുടെ ശൈഖുന നേതാവ് ഖമറുൽ ഉലമ പി ഉസ്താദ് അവർകൾ മലപ്പുറം ജില്ലയിലെ കാളമ്പാടിയിൽ ആ കാളമ്പാടി ഉസ്താദിന്റെ ജനാസ സന്ദർശിക്കാൻ പോയപ്പോൾ പിരാന്ത് തലക്ക് മൂത്ത ആ ഗ്രൂപ്പ് പിരാന്തന്മാർ ഉസ്താദിന്റെ ബണ്ടി തടയുകയും കൊല്ലാൻ വേണ്ടി വരെ മുദ്രാവാക്യം വിളിക്ക് കൊല്ലാൻ മുന്നോട്ട് വരാൻ പോയ ആ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എന്ത് പറയാനാണ്? അവരെ കൊണ്ട് കഴിയുമോ ഒരു 50 ഗ്രാം സരി കൊടുക്കാൻ, ഒരു കിഡ്നി ഫെയിലായ രോഗിന്റെ ഡയാലിസിസിന് സഹായിക്കാൻ? ഞാനീ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, നമ്മക്കോ നമ്മളെ നേതാക്കന്മാർക്കോ അന്ധമായ ഗ്രൂപ്പ് വിരോധമില്ല. നമുക്കുള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ പ്രവർത്തനം. സലഫി, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഇവിടത്തെ തീവ്രവാദികൾ അവരെ ഇരുത്തണ്ടോടത്ത് ഇരുത്തണം. അവർക്ക് സലാം പറയാൻ പാടില്ല, അവരെ കല്യാണത്തിന് കൂടാൻ പാടില്ല, അവരെ പരകുടിക്ക് വിളിക്കാൻ പാടില്ല, അവർക്ക് പെണ്ണിനെ കൊടുക്കാൻ പാടില്ല, അവരെ പെണ്ണിനെ കെട്ടാനും പാടില്ല. തർക്കുൽ മുവാലാത്ത്, സലഫിനെ സലഫിയായി കണ്ട് കാണുമ്പോൾ മുഖം തിരിച്ചു കൊള്ളണം. ഇതാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. മറുഭാഗത്തിന് അതുണ്ടോ ഇല്ലേ എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടവർക്കൊക്കെ അറിയാം. അത് പറയലല്ല നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മക്ക് ആശയ തീവ്രതയാണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, പ്രവർത്തിക്കുക മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ഇരുത്തണ്ടോടത്തിരുത്തുക. ഇരുത്തിയപ്പോൾ എന്തുണ്ടായി നിങ്ങൾക്കറിയില്ലേ? സലഫി എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമ്മൾ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് കർണാടകയിലെ ബഹുമാനപ്പെട്ട തോക്കെ മുഹ്യത്തിൽ കാമിസക്കാബ് ഉസ്താദ് അവറുകൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നേരത്തെ ഇവിടുന്ന് പ്രസംഗിച്ചിട്ട് പോയവർ. അപ്പൊ നിങ്ങൾ വരുമ്പോ അതായിരുന്നു ചർച്ച. നമുക്കറിയില്ലേ വിഷയം. ആൾ പറയുന്നു സലഫി 12 ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ. സലഫി 12 ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെ സ്നേഹിതന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലുന്നുണ്ട്. അവരും പറയുന്നത് ശരിയല്ലേ, ഇവരും പറയുന്നത് ശരിയല്ലേ. ഇനി ഏത് ശരിയെന്നാണ് ഈ പറയാ? സലഫി എന്നെ 12 ഉണ്ട്. ഏത് കളമൊത്തണം ബട്ടൺ ഉണ്ടാക്കിയിട്ട്? ജിന്ന് സലഫിയോ, ആന സലഫിയോ, ആട് സലഫിയോ? തോക്കെ പറയാണ് ആട് സലഫിയുണ്ട്, ആന സലഫിയുണ്ട്, ജിന്ന് സലഫിയുണ്ട്, ഭദ്രകാളി സലഫിയുണ്ട്. എന്തെല്ലാം സലഫിയാണ് സഹോദരങ്ങളെ. ഇപ്പൊ അവർ തന്നെയാണ് അടിയും പിടിയും. മലപ്പുറത്തൊരു പള്ളിയിൽ കഴിഞ്ഞ 2-3 വെള്ളിയാഴ്ചകൾക്ക് മുമ്പ് അടിപിടി, ജുമാ നിസ്കാരം നടന്നില്ല. ഖുത്ബക്ക് മിമ്പറിൽ കയറിയ ഒരു ജിന്ന് മൗലവി, ജിന്നിനെ ന്യായീകരിക്കുന്ന മൗലവി, അതായത് ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോ പറ്റില്ലേ? 2 ഗ്രൂപ്പാണ്. മനുഷ്യരോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? സുന്നികളായ നമ്മൾ പറഞ്ഞു പറ്റും. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. അള്ളാഹു തരുന്ന സഹായം കൊണ്ട് എന്താ സഹായിക്കാൻ കഴിയാത്തത്? സഹോദരങ്ങളെ, എന്താ ഇവിടെ നടത്താൻ കഴിയാത്തത്? ഇവിടുത്തെ ഇന്റർനെറ്റും ഇവിടുത്തെ മറ്റു സൗകര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് അതൊരു വിഷയമല്ല. അള്ളാഹു ഒരു മനുഷ്യന് കഴിവ് കൊടുത്താൽ അവൻ എന്തും ചെയ്യാൻ കഴിയും. എന്തും ചെയ്യാൻ കഴിയുമ്പോൾ ആ സഹായം ചോദിക്കാനും കഴിയും. അള്ളാഹു ഹയാത്തുള്ള മനുഷ്യന് കഴിവ് കൊടുക്കും പോലെ മരണപ്പെട്ട മനുഷ്യനും കഴിവ് കൊടുക്കുന്നു. ഹയാത്തുള്ളവനോട് ചോദിക്കൽ അനുവദനീയമായതുപോലെ മരിച്ചവരോടും ചോദിക്കാൻ അനുവദനീയമാണ്. രണ്ടിന്റെയും സഹായിക്കുന്ന വലിയ സഹായി അള്ളാഹുവാണെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ അവരുടെ ഇടയിൽ മനുഷ്യന്മാര് സഹായം അതെല്ലാം പോയി. ജിന്നിനോട് തമ്മിൽ ഫൈറ്റാണ്. ഒരു വിഭാഗം പറയുന്നു ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റും, ഒരു വിഭാഗം പറയുന്നു പറ്റൂല. അങ്ങനെ ആ മൗലവി മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു ജിന്നിന്റെ കാര്യം. മറ്റൊരു ചെറുപ്പക്കാരന് ചൂടായി. ഞങ്ങളെ ഉള്ളിത്താടി നിട്ടിച്ച്, തലന്റെ തൊപ്പി തെറിപ്പിച്ച്, ഞങ്ങളെ ഒട്ട പാൻറ്റും ധരിപ്പിച്ച്, സുന്നികളുടെ ഇടയിൽ കോലം കെട്ടിച്ച്, ഈ തലമറക്കാത്ത മൗലവിന്റെ കീഴെ ഡാഞ്ചർ ചിഹ്നയും വെച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കൈകെട്ടിച്ച്, അത് പാടില്ല, ഇത് പാടില്ല, മൗലിദ് പാടില്ല, കുത്തുബിയത്ത് പാടില്ല, മമ്പ്രന്തങ്ങളെ വിളിക്കാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനൊക്കെ ഈ ഇലക്ട്രോണിക് ബൊമ്പകളെ കളിപ്പിച്ചതുപോലെ കളിപ്പിച്ച് ഇപ്പൊ മിമ്പറിൽ കയറി ജിന്നിനോട് എടുത്തു കൊടുത്തു ഒരടി. സലഫിന്റെ മൗലവിന്റെ ഉള്ളിത്താടിയിലും തെറിച്ചുപോയി സഹോദരങ്ങളെ. ജുമായില്ല, ഇന്ന് ഖുത്ബയിൽ അവർ അടിപിടിയാണ്. ജിന്നും ശൈത്താനും ഇബ്ലീസും പിശാചും ഭദ്രകാളിയും. അള്ളാഹ്ക്ക് 4 കൈ 2 കൈ, ഒരാൾ പറയുന്നു 1.5 കൈ, ഒരാൾ പറയുന്നു 1/2 കൈ, ഒരാൾ പറയുന്നു ആകാശത്ത്, ഒരാൾ പറയുന്നു ഭൂമിയിൽ,
ഒരാൾ പറയുന്നു 12 മണിന്റെ ശേഷേ അള്ള ഭൂമിക്ക് ഇറങ്ങൂ. ഇപ്പൊ 12 മണി കഴിഞ്ഞു. ഒരാൾ ചോദിച്ചെന്താ പകൽ അള്ളാഹ്ക്കും ഭൂമിയിൽ നിന്ന് ആകാശത്തും താഴെ ഇറങ്ങാൻ പേടിയോ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ പ്രസന്റ് വേൾഡിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വളരെ ന്യായങ്ങൾ, വളരെ മ്ലീച്ഛമായ ന്യായങ്ങൾ ഒരു ഹിന്ദു സഹോദരനോട് പോയി പറഞ്ഞാൽ സഹോദര അവൻ തുപ്പിക്കളയും. ഇതാണോ നിങ്ങളെ മതം എന്ന് അവൻ പറയും. നമ്മളെ പറ്റിയല്ല, ഈ ഭദ്രകാളികളെ പറ്റി. അള്ളാഹുവാണ്, മുവഹീദാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അള്ളാഹ്ക്ക് കയ്യോ, അള്ളാഹ്ക്ക് കണ്ണോ? അള്ളാഹ് ആകാശത്തിലിരുന്നോ? അള്ളാഹ് ആകാശത്തിൽ സിംഹാസനത്തിലിരിക്കുമ്പോ കറകറാന്ന് ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞ് സലഫിന്റെ പാവപ്പെട്ട ചെറുപ്പക്കാരെ ബ്രെയിൻ നശിച്ചു സഹോദരങ്ങളെ. ഇപ്പൊ തമ്മിൽ ജിന്നിന്റെയും പിശാചിന്റെയും പേരിൽ അടിപിടിയാകുമ്പോൾ അടിക്കാതിരിക്കുമോ സഹോദരങ്ങളെ? സലഫി മൗലവിമാരുടെ കള്ളത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയില്ലേ? 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് റിമാൻഡിലാണ്, ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അറിയണം, ഇതൊക്കെ അറിയണം. താറുഫുൽ എന്ത് എതിർഭാഗം അറിയുമ്പോഴാണ് അതിന്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ മനസ്സിലാവുക. എല്ലാം അറിയണം. നമ്മളെ കൂട്ടത്തിലുണ്ടാവും കുറെ ഉള്ളിത്താടി വെച്ച ചെറുപ്പം, ഇപ്പൊ കാണുന്നില്ല എന്ന് മാത്രം. 12 ഗ്രൂപ്പായപ്പോ കാണുന്നില്ല. മുമ്പ് ചോദിച്ചിരുന്നു അതങ്ങനല്ലേ ഇങ്ങനല്ലേ, അവരും പറയുന്നു ശരിയല്ലേ. ഇപ്പൊ ഏത് ശരിയെന്ന് പറയും? ഏത് 12ലാണ് നീ കുടുങ്ങുക സഹോദര? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവയിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമുക്കിടയിൽ പ്രശ്നമില്ല. നമുക്ക് മറ്റു ഗ്രൂപ്പിന്റെ ഉലമാക്കളോട് നമ്മൾ എപി ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ കണ്ടില്ലേ സഹോദരങ്ങളെ, മസ്ജിദ് തഖ്വ മംഗലാപുരത്തൊരു പള്ളി നിർമ്മിച്ചു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എപി ഉസ്താദ്, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതാണ് ഞങ്ങൾക്ക്. എന്ത്? പണ്ട് പാമ്പ് കൊത്തിയിട്ട് ഒരാൾ മരിച്ചു, പാമ്പ് കടിച്ചിട്ട് മരിച്ചപ്പോ അയാളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കുന്നു. വെള്ളം ചൂടാക്കുമ്പോ ഞാഞ്ഞൂല് നക്കിള് ഇപ്പുറത്തെന്ന് പറഞ്ഞ് കണ്ട ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. നക്കിളിന് എന്തെങ്കിലും കഴിയോ? കൊത്താൻ കഴിയോ? കടിക്കാൻ കഴിയോ? ഒന്നും കഴിയില്ല. ഒരേ വിഷയത്തിൽ നക്കിളും പാമ്പും ഒരുപോലെയാണ്. നക്കിളും എഞ്ഞു നടക്കുന്നു, പാമ്പും എഴിഞ്ഞു നടക്കുന്നു. അപ്പൊ നക്കിള് പറഞ്ഞു ഞങ്ങളെല്ലാം എഴിഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഒരുപോലെയാണ്, അതുകൊണ്ട് ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എപി ഉസ്താദ് ഞങ്ങൾക്കുണ്ടായല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഖമറുൽ ഉലമ, താജുൽ ഉലമ, നൂറുൽ ഉലമ സഹോദരങ്ങളെ പറയാൻ മാത്രം ഉണ്ട്. വെറുതെ അല്ല ഈ ഉലമാന്റെ മുന്നിൽ ഓരോരോ പ്രത്യേകത അവർക്ക് അള്ളാഹു കൊടുത്തത്, ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രചരണ പ്രബോധനം, അതിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ നമ്മൾ കുറച്ചേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ അവരുടെ ഇടയിൽ പിളർപ്പായി, അടിയായി, ഗുൽമാലായി. നമ്മൾക്ക് കത്തിയെടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾക്ക് ബാളെടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾക്ക് ബോംബ് നിർമ്മിക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾക്ക് ഗൂഢാലോചന നടത്തേണ്ടി വന്നിട്ടില്ല, നമ്മൾക്ക് അവർ പരിപാടി വെക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല, അവർ ക്ലിപ്പുകൾ കാണിക്കുമ്പോൾ പോലീസുകാർ ഇടപെടിച്ചിട്ട് അതിനെ റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ചെയ്തത് നമ്മളെതിരാണ്. അവർ തന്നെ അടിപിടിയായി, ഗുൽമാല. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ സലഫി ഉണ്ടാകുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. തിരുവനന്തപുരത്ത് ഒരു നാട്ടിൽ നിന്ന് മുഴുവൻ സലഫികളും, അവിടെ മുജാഹിദാണ്, ഇവിടെയാണ് സലഫി. അതിന് ശരിക്കുള്ള ഒരു പേര് എവിടെയില്ല. കേരളത്തിൽ മുജാഹിദ്, പിന്നെ കർണാടകത്തിലെത്തിയ സലഫി, ഉത്തരേന്ത്യയിലെത്തിയാൽ അഹ്ലെ ഹദീസ്, പിന്നെ സൗദിയിലെത്തിയാൽ വഹാബി. തമിഴ്നാട്ടിലെ അണ്ണാച്ചികളുടെ എന്ത് പേരുണ്ടെന്ന് അറിയില്ല, ചോദിക്കണം നമുക്ക്. സലഫിക്ക് എന്ത് പേര് തമിഴ്നാട്ടിലെ സഹോദരങ്ങളെ? അങ്ങനെയാണ്. ശരിക്കൊരു പേരില്ല, ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കൊരു ആശയത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാനും കഴിയില്ല. ഇങ്ങനെ തെമ്മാടികളായി കള്ളത്തരം ചെയ്ത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പാവപ്പെട്ടവർ അടർത്തിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തന്നെ അടർന്നുപോയി. തിരുവനന്തപുരത്ത് ഒരു വിഭാഗം 12 ജിന്നിൽ പെടുന്ന, ആനിൽ പെടുന്ന, ആടിൽ പെടുന്ന, പിശാച്ചിൽ പെടുന്ന, ഭദ്രകാളിൽ പെടുന്ന എന്ന് ചിന്തിച്ച് അവരൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. ഇനി ഈ ഒരു പരിപാടി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പണ്ടത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മതി, 20 റക്അത്ത് തറാവീഹ് തന്നെ മതി, അറബിയിലുള്ള ഖുത്ബ തന്നെ മതി, ആണുങ്ങളെ മാത്രം പള്ളിക്ക് പോകുന്ന പള്ളി മതി. ഇങ്ങനെ ചിന്തിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, മൽജവും സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന്റെ മുൻതൂക്കം കൊടുക്കുന്നു. അതിനിടയിൽ ഗ്രൂപ്പിന്റെ പിരാന്ത് മൂത്തിട്ട് പാവപ്പെട്ട കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവർ, അവർക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രചരണ പ്രബോധനങ്ങളിലേക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിന് ആവശ്യമായ റിലീഫ് പ്രവർത്തനം, അതിനാവശ്യമായ തഅലീം പ്രവർത്തനം. ബെൽത്തങ്കടി താലൂക്കിന്റെ ചില ഏരിയകളിൽ 6 കിലോമീറ്റർ പോകണം മക്കൾക്ക് മദ്രസയിലേക്ക്. ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ അരി കൊടുക്കുന്നു, നിങ്ങൾ ഒരുപാട് ചെയ്യുന്നു, ഞങ്ങൾക്കൊരു മദ്രസ ഉണ്ടാക്കി തരണം. ഞങ്ങൾ തന്നെ അവിടെ ഉള്ളത് ഷെഡിലാണ്, ദബിന്റെ ഷീട്ടിട്ടുള്ള ഒരു ഷെഡിലാണ്. അരിയൊക്കെ അവിടെ തന്നെ വെക്കും, ഞങ്ങളും മുത്താലിമിങ്ങളും അവിടെ തന്നെ കിടക്കും. എല്ലാവരും നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. രാത്രി അരി തിന്നാൻ എലി വരും. എലി ഞങ്ങളുടെയും മുത്താലിങ്ങളുടെയും സർക്കസ് കളിച്ചിട്ടാണ് അരി തിന്നാൻ പോകുന്നത്. പലരുടെയും കാല് മാന്തിയിട്ടുണ്ട്, എന്റെ കാല് വരെ എലി മാന്തിയിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ ശരിക്ക് കിടക്കാൻ സ്ഥലമില്ല. ആര് വന്നാലും ഞങ്ങൾ അറ്റാക്ക് ചെയ്യാം. ഒരു വാച്ച്മാൻ ഇല്ല, ഒരു ഭദ്രമായ റൂമില്ല, ഒരു ഭദ്രമായ വാതിലില്ല. അവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അള്ളാഹും ബദരീങ്ങളും അള്ളാഹുവിന്റെ ബദരീങ്ങൾ കാക്കുന്നത് മാത്രം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അവർക്ക് മദ്രസ നിർമ്മിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ചെറിയൊരു ആശ്വാസം, നിങ്ങൾക്ക് ദൂരല്ലേ പ്രശ്നം. അപ്പൊ വീട്ടിൽ നിന്ന് മദ്രസയിലെത്താൻ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാക്കി കൊടുത്തു. വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക്, മദ്രസ നിന്ന് വീട്ടിലേക്ക്. അതിന് 2500 റുപ്യ ഞങ്ങളും അതിന്റെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബെൽത്തങ്കടി ടൗണിൽ യാത്രക്കാർക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല. സുന്നി സെന്റർ, നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ റൂം വാങ്ങി വാടക കൊടുത്തു. വാടക തികയുന്നില്ല. മൽജയിനെ സമീപിച്ചു. ഒരു വിഹിതം മാസാന്തം മൽജ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ സഹോദരങ്ങൾ, നിങ്ങൾക്കറിയാം, 600-ലധികം വീടുകൾക്ക്, 60 മഹല്ലത്തുകളിൽ 600-ലധികം വീടുകൾക്ക് 5 കിലോ 10 കിലോ അങ്ങനെ 30 കിൻഡൽ അരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, വലിയൊരു റിലീഫ് മൽജ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. നമ്മുടെ സമുദായത്തിൽ, ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മുടെ സമുദായത്തിൽ കിഡ്നി ഫെയിലറായ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ കിഡ്നി ഫെയിലായി ഏത് ടെസ്റ്റ് നടത്തിയിട്ടും എനിക്കറിയില്ല. നിന്റെ ബ്ലഡിൽ നിന്ന് നീ കുടിച്ച വെള്ളം, മൂത്രമായിട്ട് പുറന്തള്ളുന്ന വെള്ളം, ആ ബ്ലഡിൽ നിന്ന് വേർതിരിക്കാൻ നിന്റെ കിഡ്നിക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്നെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡയാലിസിസ് ബ്ലോക്കിൽ കിടത്തി നിന്റെ ബ്ലഡിനെ പുറത്തെടുത്ത് ആ ബ്ലഡിൽ നിന്ന് മൂത്രം വേർതിരിച്ച് പുറത്തു കളഞ്ഞ് ആ ബ്ലഡ് റിട്ടേൺ നിന്റെ തടിയിലേക്ക് കയറ്റണം. ഈ പ്രക്രിയയാണ് ഡയാലിസിസ്. ഇതിന് 600 റുപ്യ കുറഞ്ഞിട്ട് ചെലവുണ്ട്. കൂടുതൽ ചിലപ്പോൾ ബ്ലഡ് കയറ്റണം, ഇഞ്ചക്ഷൻ കയറ്റണം, രോഗിന്റെ കൂടെ ഒരാൾ പോകണം, അവന് ചിലപ്പോൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറ് സ്പെഷ്യൽ വിളിച്ചിട്ട് കൊണ്ടുപോകണം. ചുരുക്കത്തിൽ 1000 രൂപ മുതൽ 2400 രൂപ വരെ ഒരു കിഡ്നി ഫെയിലായ രോഗിക്ക് ഒരു ഡയാലിസിന് ചെലവാകുന്നു എങ്കിൽ, നമുക്ക് ആദ്യമായി ഒരു കിഡ്നി ഫെയിലായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി അപേക്ഷ കൊണ്ടെത്തുന്നു. കാസർഗോഡാണ് അയാൾ താമസിക്കുന്നത്. കാസർഗോഡ് ജാമ്യ സയ്യിദയുടെ അടുത്ത് കളനാടിൽ താമസിക്കുന്ന ഒരു സഹോദരൻ, ഞാൻ അവസാനിപ്പിക്കുന്നത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അയാൾ ഞങ്ങൾക്കൊരു അപേക്ഷ തന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ അരി കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പക്ഷേ എനിക്ക് 30,000 റുപ്യ എനിക്ക് മാസാന്തം ഡയാലിസിസിന് ചെലവുണ്ട്. എനിക്ക് 25 സെന്റ്, 1 സെന്റിന് 1 ലക്ഷം രൂപ വില വരുന്ന നല്ല ഒരു പറമ്പ് എനിക്കുണ്ട്, നല്ല ഒരു വീടുണ്ട്. ഞാനൊരു ജ്വല്ലറിയിൽ, ഒരു സ്വർണ്ണക്കടയിൽ ജോലിയിലായിരുന്നു കാസർഗോഡ്. 8 കൊല്ലമായി എന്റെ കിഡ്നി നശിച്ചു, കിഡ്നി ഫെയിലായി. എനിക്ക് 3 മക്കളുണ്ട്. അവരെ ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എന്റെ ഡയാലിസിസിന് 30,000 രൂപ വീതം ഞാൻ 8 കൊല്ലത്തോളം ചെലവാക്കി. എന്റെ പറമ്പ് ഞാൻ വിറ്റ് 20 സെന്റ് ഞാൻ വിറ്റു. പുര നിൽക്കുന്ന 5 സെന്റ് സ്ഥലവും അന്ന് കെട്ടിയ ഒരു ടെറസ് വീടും അതും കൂടി വിറ്റിട്ടൊരു ചറ്റപ്പരയിലോ വാടകക്കോ താമസിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിന് ഒരു ബ്രോക്കറെ വിളിച്ച് അതിന്റെ കച്ചവടം ഉറപ്പിച്ചപ്പോൾ എന്റെ നാട്ടുകാരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, സഹോദര, നിന്റെ കിഡ്നിക്ക് ഡയാലിസിസിന് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് ഉണ്ടാക്കുന്നു, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. നിങ്ങൾ ആ വീട് വിൽക്കണ്ട. നിങ്ങൾ വീട് വിട്ടിട്ട് ഡയാലിസിസ് ചെയ്താൽ, ജീവിച്ചാൽ തന്നെ, കൂടുതൽ ജീവിച്ചാൽ ഒരു 5 കൊല്ലം ജീവിക്കും. ഈ 5 കൊല്ലത്തിന്റെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഈ 5 സെന്റ് വീടും ഈ സ്ഥലവും 5 സെന്റിലുള്ള വീടും നിങ്ങൾ വിറ്റിട്ട് അവസാനം നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ, നിങ്ങൾക്കുണ്ടായ 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും 3 ചെറിയ ചെറിയ മക്കൾ, നിങ്ങളെ ഭാര്യ, വിധവയായ ഭാര്യ, ഏത് ആളുടെ മുന്നിലേക്കാണ് അവർ താമസിക്കാൻ പോവുക? അവർ വാടകക്ക് താമസിച്ചാൽ അവരെ വാടക ഈ ചെറിയ മക്കൾ കൊടുക്കാൻ കഴിയുമോ? ഈ ഭാര്യക്ക് കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് സഹോദര, അയാളോട് തങ്ങളായിരുന്നു, തങ്ങളെ നിങ്ങൾ ഈ സ്ഥലം വിൽക്കണ്ട,
നിങ്ങളെ മക്കളെ അനാഥകളായാലും അവർ വേറെ ഒരു മുതലാളി അവർക്ക് വാടക കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണ്ട. നിങ്ങളെ ഭാര്യ വിധവയായി ഒരു മുതലാളിന്റെ വാടക വീട്ടിൽ താമസിക്കുന്ന അവസ്ഥയുണ്ടാകണ്ട. നിങ്ങളെ സ്ഥലം വിൽക്കണ്ട. ഫണ്ടുണ്ടാക്കി പത്രത്തിൽ പരസ്യം കൊടുത്തു. ആ ഇടക്കാണ് അയാൾ എനിക്കൊരു അപേക്ഷ തരുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളത് ബെൽത്തങ്കടി താലൂക്കാണ്. ബെൽത്തങ്കടി താലൂക്കിന്റെ ചുറ്റുഭാഗത്തിന്റെ പൂർത്തിയായിട്ടില്ല ഈ അരി കൊടുത്തിട്ട്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ബെൽത്തങ്കടി താലൂക്കിന്ന് 90 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ റിലീഫ് ഒരിക്കലും എത്തൂല. ഈ അടുത്ത കാലത്തൊന്നും എത്തൂല. 10-50 കൊല്ലം കഴിയും എത്താൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ മൽജ വലുതാവും, വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും, വലിയ വലിയ റിലീഫ് ഉണ്ടാകും. അന്ന് ഞാനുണ്ടാകൂല. ഞങ്ങളെപ്പോലെയുള്ള കിഡ്നി ഫെയിലായ രോഗികൾ അന്ന് ഈ ഭൂമിലോകത്തുണ്ടാവൂല എന്ന് പറഞ്ഞപ്പോൾ സഹോദര കണ്ണെന്ന് വെള്ളം പറഞ്ഞു, ദുഃഖം പൊട്ടിപ്പോയി. എന്നിട്ട് വന്നു ഞങ്ങളെ വോളണ്ടറീസ് പ്രവർത്തകന്മാരെ, ബ്രാഞ്ച് കമ്മിറ്റി പ്രവർത്തകന്മാരെ, മൽജയിന്റെ മറ്റുള്ള സ്ക്വാഡ് പ്രവർത്തകന്മാരെ കൂട്ടി ഞങ്ങളൊരു കൂടിയാലോചന നടത്തി. എന്തും പുറത്തേക്ക് കൊടുക്കണ്ട. കിഡ്നി ഫെയിലായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ഒരു ഡയാലിസിസ് എല്ലാ മാസവും കൊടുക്കാം എന്നൊരു തീരുമാനം അള്ളാഹുവിന്റെ പേരിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മൽജ തുടക്കം കുറിച്ചു. സഹോദര 1.5 കൊല്ലമായി മൽജ ഈ ഫണ്ടിന്റെ വാതിൽ തുറന്നിട്ട് 30ഓളം രോഗികൾക്ക് സഹോദര മൽജ ഓരോ ഡയാലിസിസിന് സഹായിച്ചു. 6 രോഗികൾ ആ തങ്ങൾ ഇന്നും ഉണ്ട്. തങ്ങൾ പറഞ്ഞതുപോലെ 6 രോഗികൾ 1.5 കൊല്ലത്തിനടക്ക് മൽജയിന്റെ സഹായം ഏറ്റുവാങ്ങി മരിച്ചുപോയി. നാളെ മഹ്ശറിൽ എത്തുമ്പോൾ സഹോദര നമുക്ക് സന്തോഷിക്കാം. എല്ലാവരും മരിക്കും. മരിക്കുന്നതിൽ സന്തോഷമല്ല. എല്ലാവരും മരിക്കും. അവരും നാളെ മഹ്ശറിൽ വരും. ഞാനും വരും, നിങ്ങളും വരും. ഞാൻ ഈ സഹോദരങ്ങളെ, ഞങ്ങൾ മൽജയിന്റെ പ്രവർത്തകർ ഇന്ന് 22 കിഡ്നി ഫെയിലർ രോഗികൾക്ക് ഒരു ഡയാലിസിന്റെ പൈസ മാസാന്തം കൊടുക്കുമ്പോൾ 40,000 ഉറുപ്പിക മാസാന്തം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. 1000 ഉണ്ട്, 1200, 1400, 1600, 1800, 2000, 2400. 2400 കൊടുത്തുകൊണ്ടിരുന്ന ഒരു സക്കാഫി, ഇസ്മായിൽ സക്കാഫി കക്കിഞ്ച് എന്ന് പറയുന്ന സഹോദരൻ ഒരു 8 മാസം മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. നമ്മളൊക്കെ മഹ്ശറിൽ ഇത് ഞാൻ കൊടുക്കുന്നത് എന്റെ ഉപ്പ ഒഴിച്ചിട്ട് പോയ സ്വത്തുനിന്ന് കൊടുക്കുന്നതല്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മൽജയിന്റെ ദിക്റിന് വന്ന് ബക്കറ്റിൽ നിക്ഷേപിക്കുന്നു, പഞ്ചസാര കൊണ്ടുവരുന്നു, കോഴി കൊണ്ടുവരുന്നു, ആട് കൊണ്ടുവരുന്നു, പിന്നെ നമ്മളെ കയ്യിൽ കൊണ്ടുതരുന്നു. ഇതിനൊരു റിസീവർ ഇല്ല. എവിടുന്നും കാറോ വണ്ടിയോ പിടിച്ചിട്ട് മുതലാളിന്റെ അടുക്കൽ പോയി ഈ മാസത്തിന്റെ ഡയാലിസിസിന് 40,000 രൂപ ഒത്തിട്ടില്ല മുതലാളി, നിങ്ങൾ എന്തെങ്കിലും തരണേ എന്ന് പറയുന്ന ഒരു വന്തിക അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഇതുവരെ മൽജ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ല, 1 കൊല്ലായി മൽജ ദിക്റും സലാത്തും നടത്തുന്നു. ഏതെങ്കിലും ഒരു മുതലാളിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ മാസത്തിൽ ഇത്ര തരണമെന്നോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ഇത്ര തരണമെന്നോ ഒരാളോട് മൽജയോ മൽജയിന്റെ പ്രവർത്തകരോ പറഞ്ഞതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഉണ്ടാ? ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ എന്നെ തങ്ങളെ ഏൽപ്പിച്ചിരുന്ന ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? ഉണ്ടാ? ഒരു മുണ്ടുന്നില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ടാ? നിങ്ങളെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിനാ? ഇല്ല, ആരോടും വാങ്ങലില്ല. എല്ലാം അവിടെ അള്ളാഹു ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ ചൊരിച്ചു തരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ വിതരണം ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വ്യവസ്ഥ മൽജ തുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. ഇന്ന് നിലവിൽ 22 കിഡ്നി രോഗികൾക്ക് മൽജ ഡയാലിസിസിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തിരിപ്പിക്കുന്നില്ല. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇരുന്നത്, നിങ്ങൾ ഈ സഹായിച്ചത് കൊണ്ടൊരു നേട്ടം എന്താണ്? നമുക്ക് ഈ ദിക്റ് കൊണ്ട്, ദുആ കൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാകും, നമ്മൾ ആഖിറം വിജയിക്കും, ദുനിയവിയായ കാര്യങ്ങളിലും അല്ലാഹു ബർക്കത്ത് ചെയ്യും. അതിന് പുറമെ മൽജയിന് ഒരു പരസ്യം ഉണ്ടാവും. മൽജയിന് നിങ്ങൾ ഈ വന്നത് കൊണ്ടൊരു പരസ്യം ഉണ്ടായിട്ട് ആരെങ്കിലും ഒരാൾ മൽജയിന്റെ ദിക്റിന് വന്ന് അവിടെ വന്നൊരു 10 റുപ്യ ബക്കറ്റിലിട്ടാൽ അതിലൂടെയാണ് ഈ ഡയാലിസിസ് ഫണ്ട് നടക്കുന്നത്. അതിലൂടെയാണ് മദ്രസന്റെ വാഹന വാടക, അതിലൂടെയാണ് ചില മദ്രസന്റെ ഉസ്താദുമാരെ ശമ്പളം, അതിലൂടെയാണ് സാദാത്ത് റിലീഫ്. തങ്ങന്മാരെ കൂട്ടത്തിൽ ജീവിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആളുകൾ തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാനും പാടില്ല. ആരെങ്കിലും കൊടുത്താൽ അവർ വാങ്ങാനും പാടില്ല. അവർക്കൊരു ഫണ്ട് മൽജ വെച്ചിട്ടുണ്ട്, സാദാത്ത് റിലീഫ്. ഒരു 750 റുപ്യ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് മാസാന്തം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 10 രൂപയിൽ നിന്ന് ഇങ്ങനെയുള്ള റിലീഫ് വ്യവസ്ഥകളാണ് സഹോദരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കുകയല്ല. എല്ലാ ആളുകളും കൂടുതലും ബെൽത്തങ്കടി മംഗലാപുരം ഭാഗത്തുള്ള ആളുകളാണ്. കുറച്ച് ആളുകൾ കേരള മലബാരികളും ഈ മലബാർ ഭാഗത്തുള്ളവരും ഉണ്ടാകും. എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ഇതിനെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് മൽജയിനെ നിങ്ങൾ എങ്ങനെയെല്ലാം സഹായിക്കാൻ കഴിയുമോ, പ്രചരിപ്പിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് പ്രചരിപ്പിക്കണമെന്ന് സാന്ദർഭിക ഞാൻ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മൽജയിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. മൽജയിൽ 3 ഏക്കർ സ്ഥലമുണ്ട്.
ഇതുവരെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാസാന്തം 1,000-2,000 ആളുകൾ ദിക്റിന് വരുന്നവർക്ക് ഒരു ദിക്റിന്റെ ഹാളിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പില്ലർ കോൺക്രീറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞു. അതിന്റെ ട്രസ്റ്റിന്റെ മാടിന്റെ പണിയുണ്ട്. അതിന് വേണം ഒരു 30 ലക്ഷം റുപ്യ. വലിയ ഹാളാണ്. 90 ഫീറ്റ് അകലവും 170 ഫീറ്റോളം നീളമുണ്ട്. വലിയ വലിയ ഹാളാണ്. എല്ലാ പണിയും കഴിഞ്ഞു. തുറന്ന ഹാളാണ്. മതിലൊന്നും കെട്ടാനില്ല. അതിന് ഒരു 30 ലക്ഷം റുപ്യ വേണം. ആരെങ്കിലും ദിക്റിന് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അതൊക്കെ കാണണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നിങ്ങൾ മൽജയിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദ്വാരക്കണം. മൽജയിന്റെ ആ ഹാളിന്റെ മാട് ആയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സഹോദരങ്ങൾ, ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. നമ്മുടെ സദസ്സിൽ ഒരാള് കിഡ്നിക്ക് വലിയ അസുഖം ബാധിച്ചു. ഒരു 2-3 ആഴ്ച മുമ്പ് വലിയ ബേജാറായി. ഒരു ടെസ്റ്റ് നടത്തി. കാലിലൊക്കെ നീര് വന്നു. ഭയങ്കര ബേജാറായി. അപ്പൊ അയാൾ മൽജയിലേക്ക് ഒരു ആട് നേർച്ചാക്കി. ആ ടെസ്റ്റിൽ നോർമൽ റിപ്പോർട്ട് വന്നു. അയാൾ ഈ സദസ്സിലുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമില്ല. അള്ളാഹു അയാൾക്ക് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടും അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കട്ടെ. പിന്നെ നമ്മളെ SSF ശിവാജി നഗര ഇവിടെയുള്ള മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു ഒരു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. പിന്നെ മൽജയ് ബംഗളൂരിന്റെ ഇതിൽ നിന്ന് ഒരു സാദാത്ത് റിലീഫ്, ഒരു ഡയാലിസിസും ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നു. അതിന് പുറമെ ഇപ്പൊ ഒരു 1.5 വയസ്സുള്ള ഒരു ഉമറാത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി അംഗവികലനാണ്. തീരെ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ്. ആ കുട്ടിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര റുപ്യ? 2,000 റുപ്യ ഇവിടുന്ന് നമ്മളെ പ്രവർത്തകന്മാർ കൊടുക്കാമെന്ന് ഇവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാരാകട്ടെ. പിന്നെ സഹോദരൻ, നിങ്ങൾ കേട്ടല്ലോ ബ്ലഡിന്റെ ഗ്രൂപ്പ് ടെസ്റ്റ്. 50 ആളുകൾ ഗ്രൂപ്പ് ടെസ്റ്റിൽ പങ്കെടുത്തു. അവർക്കൊക്കെ ഒരു മൽജയിന്റെ ഒരു ഗുരുത്ത് ചീട്ട് ഹോസ്പിറ്റലിന്റെ പേരോടുകൂടി അവർക്കുള്ള ബ്ലഡിന്റെ ഗ്രൂപ്പ് തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബ്ലഡ് ഗ്രൂപ്പ് വളർന്ന് അത് ബ്ലഡ് ബാങ്കായി ആരെങ്കിലും നമ്മൾ പ്രവർത്തകന്മാർക്ക് അത്യാസന്ന നിലയിൽ ഒരു ഗ്രൂപ്പിന്റെ ബ്ലഡ് വേണ്ടി വരുമ്പോൾ 1,000-2,000 ഉറുപ്പ്യ കൊടുത്തിട്ട് പോലും ചില ഗ്രൂപ്പ് കിട്ടാതിരിക്കുമ്പോൾ മൽജയിന്റെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ, മൽജയിന്റെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് വിതരണം ചെയ്ത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാരാകട്ടെ. ഈ 1-ാം വാർഷികത്തോടുകൂടി ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ദിക്റോടുകൂടി വീൽ ചെയർ വിതരണം ചെയ്യാമെന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ബാംഗ്ലൂരിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അറിയിപ്പ് കൊടുക്കുകയും, ഞങ്ങൾക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ ഒരു വീൽ ചെയർ വേണോന്ന് ആരെങ്കിലും അപേക്ഷ ഇതുവരെ തരാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്റിൽ അങ്ങനെ ആരെങ്കിലും തന്നാൽ അവർക്ക് വീൽ ചെയർ വിതരണം ചെയ്യുന്നതായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാരാകട്ടെ. സഹോദരങ്ങളെ, ഇഷാറ പേപ്പറാണിത്. ഈ ദ്വൈവാരികയാണ്. 2 ആഴ്ചയിൽ ഒരിക്കൽ ഇറങ്ങുന്ന SSFന്റെ കർണാടക സ്റ്റേറ്റിന്റെ മുഖപത്രമാണ്. ഇത് ഒരു കൊല്ലത്തേക്ക് 250 റുപ്യ, 2 കൊല്ലത്തേക്ക് 500 റുപ്യ. ഇത് എല്ലാവരും ചന്താദാരരായി ഈ പദ്ധതി അഭിയാനം വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അതിന് പുറമെ നിങ്ങൾക്കിവിടെ നേരത്തെ കുറച്ച് പ്രസംഗിച്ചു പോയ തോക്കി ഉസ്താദ് സുഖയില്ലാണ്ട് കിടന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് എന്ത് ഭക്ഷണം കഴിച്ചത് പിടിച്ചിട്ടില്ല, ഗ്യാസിന്റെ അസുഖമായിട്ട് കിടന്നിട്ടുണ്ട്. ആ മഹാനവറുകൾ കർണാടകയിലെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ ഒരു വലിയ പേടി സ്വപ്നമാണ്. വളരെ വ്യക്തമായ രീതിയിൽ എല്ലാ കള്ളഗ്രൂപ്പിന്റെയും കള്ളത്തരങ്ങൾ തുറന്ന് എഴുതുന്നവരാണ്. കുറെ പിന്നെ ബദരിക്കൊക്കെ എന്ന് മലയാളത്തിൽ പറയുന്നത് ഭീഷണികൾ, നിന്നെ കൊല്ലും, നിന്നെ അങ്ങനെയാക്കും, നിന്നെ ഇങ്ങനെയാക്കും. ആൾ കുറച്ച് നീളം ഉണ്ടെന്നല്ലാതെ വലിയ തടിയൊന്നുള്ള ആളല്ല. അയാൾ ഇങ്ങനെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവിംഗ് എല്ലാം ചെയ്തിട്ട് പോകുന്ന ആളാണ്. ഉള്ള ആളത്ത് മുക്കച്ചേരിയിൽ മുദരിസാണ്. അയാൾ സ്വന്തം 2-3 എഴുത്തുകാരെ വെച്ചിട്ട് എഴുതുകയാണ് സുന്നി വാണി എന്ന പേരിൽ. അത് 6-12 പേജുണ്ട്. ഇപ്പൊ അതിന് 14 പേജ്, ഒരു 4 പേജ് കൂട്ടാൻ പോവുകയാണ്. സുന്നിവാണി ഈ മാസത്തെ സുന്നിവാണി വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് സുന്നിവാണി. ആർക്കെങ്കിലും ഒരു കോപ്പി കിട്ടിയാൽ ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ ചെലവാക്കി, അല്ലെങ്കിൽ 1 മണിക്കൂർ ചെലവാക്കി അതിന്റെ ഫുള്ള് വായിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കണം. അപ്പൊ അറിയാം സുന്നിവാണി എന്താണെന്ന്. സുന്നിവാണി ശരിക്കും വായിച്ചുകൊണ്ടുണ്ടായാൽ അയാളെ മക്കളെയോ ഭാര്യ സന്താനങ്ങളെയോ ഒരാൾക്കും സലഫിയാക്കാൻ കഴിയില്ല, തബ്ലീഗാക്കാൻ കഴിയില്ല, ജമാഅത്ത് ഇസ്ലാമാക്കാൻ കഴിയില്ല. മദ്രസ ഒന്നും പഠിക്കണ്ട. പഠിക്കാത്ത ഒരാൾക്ക് സുന്നിവാണി കൊടുത്ത് ഓതളാന്ന് പറഞ്ഞാൽ ഓതിയാൽ ഒരൊറ്റ വിധേയ കക്ഷിക്കും അവനെ സുന്നത്ത് ജമാഅത്ത് നിന്ന് അടുത്തെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് 140 റുപ്യ. അതിന്റെയും കഴിയുന്ന ആളുകൾ എല്ലാ മാസവും നിങ്ങൾ വീടുകളിലെത്തും. അതിന്റെ ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഹസനി ഉസ്താദ് അല്ലേ സുന്നിവാണിന്റെ കൊടുത്ത എല്ലാവരും ഉണ്ട്. ഉസ്താദുമാരായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ കൂപ്പൺ തരും. അതിന്റെയും ഒരിക്കാരാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സദസ്സ് ദുആ ഇജാബത്തുള്ള സദസ്സിൽപ്പെടുത്തി തരുമാരാകട്ടെ.